നമ്മുടെ ഈ ആഘോഷവേളയിൽ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മറന്നു പോകരുത്. നമ്മളിവിടെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് നല്ല ഡ്രസ്സുകളിട്ട് മനോഹരമായി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഗസയുടെ തെരുവുകളിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ, ഒരു നല്ല ശുദ്ധജലം കിട്ടാതെ, ഒരു നല്ല പ്രഭാതം സ്വപ്നം കാണാൻ പോലും കഴിയാതെ ഈ ഉമ്മത്തികളിൽപ്പെട്ട പാവങ്ങളായ കുഞ്ഞുമക്കളടക്കം ഭയന്ന് വിറച്ച് കഴിയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ബലിമൃഗത്തിൻ്റെ പേരിൽ, ഈ പെരുന്നാളിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ ഈ ഉമ്മത്തികളിൽപ്പെട്ട പല ആളുകളും ക്രൂശിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ മർദ്ദിതരോടൊപ്പമാകണം. നമ്മുടെ ആഘോഷങ്ങൾ പീഡിതരോടൊപ്പമാകണം. നമ്മുടെ ആഘോഷങ്ങൾ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാകണം. നമ്മൾ നന്മകൾ ചെയ്താണ് ആഘോഷിക്കേണ്ടത്. ഒരിക്കലും ആധുനിക ലോകത്തെ ആഘോഷങ്ങളുടെ സമവാക്യങ്ങൾ എങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? കള്ളുകുടിച്ച്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ച്, ബോധമില്ലാതെ ലക്കുകെട്ട് ആഘോഷം പഠിപ്പിക്കുന്നു ഇപ്പോഴും ആധുനിക ആഘോഷത്തിന്റെ സമവാക്യങ്ങൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആഘോഷം എങ്ങനെയാണ്? ബോധമില്ലാത്ത ലക്കുകെട്ട ആഘോഷമല്ല, മറിച്ച് പാവങ്ങളെ ചേർത്തു നിർത്താൻ, കുടുംബ ബന്ധങ്ങൾ ചേർത്തു നിർത്താൻ, അതുപോലെ രോഗികളെ സന്ദർശിക്കാൻ, ഏതുവരെ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത് ആഘോഷിക്കാൻ. ഇങ്ങനെ നന്മകൾ, ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇന്ന് ഒരു മനുഷ്യൻ ഒരു പുണ്യം ചെയ്താൽ 10,000 ദിവസം പുണ്യം ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് തോന്നിവാസങ്ങൾ കാണിച്ച്, ആർഭാടങ്ങൾ കാണിച്ച്, വേണ്ടാധീനങ്ങൾ കാണിച്ച്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആഭാസങ്ങളുടെ ആഘോഷമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ നന്മകൾ എന്തുമാത്രം ചെയ്യാൻ കഴിയുമോ മാതാപിതാക്കളെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം നൽകി, നമ്മുടെ ബന്ധുമിത്രാദികളെ ചേർത്തു നിർത്തി, പാവങ്ങളെ ചേർത്തു നിർത്തി, സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരെ ചേർത്തു നിർത്തി, എന്തെല്ലാം നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റുമോ ഇന്നത്തെ ദിവസം, അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയാണ് വേണ്ടത്. വിശുദ്ധ ഇസ്ലാം ലോകത്തെന്നും പ്രദീപ്തമായി നിൽക്കുന്ന ആഘോഷത്തിൻ്റെ സമവാക്യങ്ങളെ പഠിപ്പിച്ച മതമാണ്.